പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ആഞ്ചലിൻ. ഞാൻ പഠിക്കുന്നത് CET-ലാണ്, BTech 4th year ട്രിപ്പിളി. എൻ്റെ വീട് പാലക്കാട്. വീട്ടിൽ പപ്പ, മമ്മ, 2 അനിയത്തിമാരുണ്ട്. ഞാനിവിടെ വന്നേക്കുന്നത് ചെറിയൊരു ഗോഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ്. എന്താ പറയുക, ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ ദൈവത്തിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സമ്മൺ ഹൂ ഗിവ്സ് മീ മാർക്സ്, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും തരുന്ന ഒരു സുപ്രീം ക്യാരക്ടർ, അല്ലെങ്കിൽ എവിടെയോ ദൂരെ നിൽക്കുന്ന ഒരാൾ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാൾ എന്ന് അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒരു രീതിയിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു, ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നു, അങ്ങനെയുള്ളത് മാത്രമായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ നീറ്റിന് വേണ്ടിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ആയിരുന്നു. ഞാൻ കീം എക്സാം വന്നപ്പോഴത്തേനും എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്രമാണ് അറിയാം, മാത്സ് എനിക്ക് തുള്ളി പോലും അറിയത്തില്ല. പക്ഷേ രണ്ടിനും, ഫിസിക്സ് കെമിസ്ട്രി ഒരു പേപ്പറും മാത്സ് വേറൊരു പേപ്പറുമാണ്, രണ്ടിനും സെയിം വെയിറ്റേജ് ആണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് നല്ല റാങ്ക് കിട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് നല്ല ഒരു കോളേജിൽ അഡ്മിഷനും കിട്ടി ഈ ഒരു കാരണത്തിൽ. അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ പ്ലാൻസ് ആണ്. മീൻസ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ഒരിക്കലും നല്ല റാങ്കിൽ കീമിനൊന്നും കിട്ടേണ്ടതല്ല. ഞാൻ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് വരുന്നതന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ CET-യിലേക്ക് വരുന്നത്. CET-യിൽ വന്നതിന് ശേഷം CET എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ അടിച്ചു പൊളിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇയർ ഒരു പകുതി എങ്ങാണ്ടായപ്പോഴാണ് എന്നെ ജീസസ് യൂത്തിന് ഒരു ചേച്ചി ഇങ്ങനെ വിളിക്കുന്നത്. ഒരു ഫ്രഷേഴ്സ് പ്രോഗ്രാം ഉണ്ട്, കൂടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ ഫ്രഷേഴ്സ് പ്രോഗ്രാമിന് പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഫ്രഷേഴ്സ് എന്ന് വെച്ചാൽ. കുറേ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ കിട്ടി. അങ്ങനെ ഒറ്റയടിക്ക് ഇത്രയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും എനിക്ക് കിട്ടിയ വേറൊരു പ്രോഗ്രാം ഇല്ല. കുറേ ആൾക്കാരെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. മീൻസ് നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒരു 1-2 ഗ്യാതറിങ്ങിന് എങ്ങാനേ വന്നിട്ടുണ്ടാവുള്ളൂ. എൻ്റെ ഫസ്റ്റ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കിന്നിന് വളരെ പ്രോബ്ലം ഉണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ പുതിയ പ്രശ്നങ്ങൾ എൻ്റെ സ്കിന്നിന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരിടയ്ക്ക് എൻ്റെ മുട്ടിന് താഴെയായിട്ട് ഒരു കറുത്ത കളറിൽ, അങ്ങനെ ഇതുവരെ എനിക്ക് വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ മീൻസ് ഭയങ്കര വേദനയാണ്. എനിക്ക് പാൻറ്റിൻ്റെ തുണിയൊക്കെ തട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വേദനയും ചൊറിച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് ടോട്ടൽ ഒരു 8 ദിവസമുണ്ട്. 2 പ്രോഗ്രാമുകൾ കമ്പൈൻഡ് ആയിട്ട് ഞാൻ കൂടാൻ പോകുമായിരുന്നു. ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും ഫുഡ് പ്രിൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനിങ്ങനെ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണ്ടേന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, സാരില്ല, നീ എന്തായാലും ഇപ്പോൾ ഇതിന് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമിന് പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി ഒരു ധ്യാനം വൈബായിരുന്നു. ഞാൻ ഒട്ടും അങ്ങനെ അല്ലായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത്. 2 ദിവസം ഫുൾ സൈലൻസ്, നമ്മൾ ഫുള്ള് നമ്മളെ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്ന കുറേ ഇതുകളായിരുന്നു. നമ്മുടെ സിൻസ് എല്ലാം ഇങ്ങനെ ഓർത്തെടുത്ത് എല്ലാവരും നല്ലൊരു കുമ്പസാരം നടത്താൻ പറ്റി. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേൻ്റെ രാത്രി ആ സമയത്ത് ആയപ്പോഴത്തേക്കും ഹോളി സ്പിരിറ്റിൻ്റെ സെഷനും അതേപോലെ തന്നെ ഇന്നർ ഹീലിങ്ങിൻ്റെ ഒരു സെഷനൊക്കെ ആയിരുന്നു, ഇന്നർ ഹീലിംഗ് അഡറേഷനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയം ആയപ്പോഴത്തേക്കും നമ്മളോട് ഇങ്ങനെ അഡറേഷൻ ചാപ്പലിൽ വന്നിട്ടിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ നിങ്ങളുടെ ഓരോരോ സ്വഭാവങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങൾ എടുത്തെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് മാറ്റണമെന്നുള്ളത് ഈശോനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ഞാൻ ചാപ്പലിൽ വന്നിരുന്ന ഉടനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, പരിശുദ്ധാത്മാവ് ശരിക്കും വരുന്നുണ്ടെങ്കിൽ എൻ്റെ കാലിൽ ഈ ബുദ്ധിമുട്ടൊന്ന് മാറ്റി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നീട് ഞാൻ അത് മറന്നുപോയി. അപ്പം പിന്നീട് ഞാൻ എൻ്റെ ഈ സ്വഭാവങ്ങൾ, എനിക്ക് മാറ്റേണ്ട കുറേ സ്വഭാവങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഡറേഷൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും ഇന്നർ ഹീലിംഗ് ആയതുകൊണ്ട് ഇങ്ങനെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരും. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഏതൊക്കെ സ്വഭാവങ്ങളാണ് നമ്മൾ മാറ്റണമെന്ന് നമ്മൾ ഓർത്തിട്ടില്ലായിരുന്നു. ആ സ്വഭാവങ്ങളൊക്കെ എടുത്തെടുത്ത് അച്ഛൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മളത് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ അച്ഛന് അത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നിട്ട് അതെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലിൽ ആ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ്ലി ഹീൽഡ് ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് ഈശോനെ ഒത്തിരി എന്ന് വെച്ചാൽ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നൊരു ഈശോൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയത്. അതായത് നമ്മുടെ ഏറ്റവും ഇന്നമോസ്റ്റ് എന്താ പറയുക, നമ്മൾ സീക്രട്ടായിട്ട് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും കാണിക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള കുറേ സ്വഭാവങ്ങളും കുറേ മാനറിസംസൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അറിയുന്ന ഒരു ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്ന, നമ്മൾ പറയുന്നതിനെക്കാട്ടും മുന്നേ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെല്ലാം അറിയുന്ന ഒരു നല്ലൊരു കൂട്ടുകാരനെയായിരുന്നു എനിക്ക് ഈശോയിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ഇൻസൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നല്ല കുറേ ബോധ്യങ്ങളും നല്ല മീൻസ് ദ റിയൽ ഈശോനെ കണ്ടുമുട്ടിയതും അവിടെ നിന്നായിരുന്നു. പിന്നീട് എനിക്ക് ഒത്തിരി മീൻസ് ഈശോ ആയിട്ട് എനിക്ക് ഒത്തിരി പറ്റിയില്ലെങ്കിലും ഞാൻ പറ്റുന്ന പോലെ ഈശോ ആയിട്ടിരിക്കാനും ബൈബിൾ വായിക്കാനും പറ്റുന്ന പോലെ കുർബാനയ്ക്ക് പോകാനൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ എന്നാലും പല പല സമയങ്ങളിൽ ഞാൻ സ്ട്രഗിൾസിലൊക്കെ വീണു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ പൊക്കിക്കൊണ്ടുവരാൻ കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ ആൾക്കാരിലൂടെയോ അല്ലെങ്കിൽ വചനത്തിലൂടെയൊക്കെ കർത്താവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ കോളേജിൽ തന്നെ ജീസസ് യൂത്തിൻ്റെ കോർഡിനേറ്റർ ആവാനുള്ളൊരു കൃപ കിട്ടി. അപ്പോൾ ആ സമയത്തും ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല, ഞാൻ അത്രയും ഒട്ടും വേർത്തിയല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട്. പക്ഷേ കർത്താവിൻ്റെ ഡിസിഷനാണല്ലോ, അപ്പോൾ അത് ഒരിക്കലും മോശമാവില്ല എന്നുള്ളൊരു ബോധ്യമായിരുന്നു. അതേപോലെ തന്നെ അപ്പോൾ ആ കോർഡിനേറ്റർഷിപ്പിലൂടെ കർത്താവ് എന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലാണ് എനിക്ക് കുർബാനയുടെ ഇമ്പോർട്ടൻസും എന്താ പറയുക, നമ്മളിപ്പോൾ കോളേജിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ഈശോ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എല്ലാ ദിവസവും കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് കർത്താവിൻ്റെ കൃപ വേണം ഓരോന്നിലും മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ കൃപ കിട്ടുന്നത് ഓഫ് കോഴ്സ് കൂദാശകളിലൂടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കൂദാശകളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആരാധനകളിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നിൽക്കുന്നതും കുർബാനയാണ്. അപ്പോൾ കുർബാനയിലൂടെ കിട്ടുന്ന കൃപയാണ് ഓരോ ദിവസവും എക്സ്ട്രാ ഒരു മൈൽ കർത്താവിന് വേണ്ടി പോകാനായിട്ട് ഓരോരുത്തരെയും സഹായിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും പറ്റുന്ന രീതിയിൽ മീൻസ് മാക്സിമം എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ കുർബാനയിലോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെ അങ്ങനെ കോർഡിനേറ്റർഷിപ്പൊക്കെ കഴിഞ്ഞു. ആ കോർഡിനേറ്റർഷിപ്പിലൂടെ എനിക്ക് കുറേ വളരാൻ പറ്റി, കുറേ ആൾക്കാരിലൂടെയും പിന്നെ പേഴ്സണൽ പ്രെയറിലൂടെയൊക്കെ കർത്താവ് കുറേ അധികം സംസാരിക്കുമായിരുന്നു. അങ്ങനെ കുറേയൊക്കെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി എൻ്റെ കോളേജ് പാസ് ഔട്ട് ആവാൻ പോവാണ്. ഇനിയും കുറച്ച് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവിൻ്റെ സ്വപ്നങ്ങളും കർത്താവിൻ്റെ പ്ലാൻസുമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ചെയ്യുന്നു. പ്രൈസ് ഗോഡ്.